ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. വാസു ജാനകിയുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് കരയാണ്, പൊട്ടി കരയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെയാണ് വാസു കരയുന്നത്. വാസുവിന് സങ്കടം സഹിക്കാനാവുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ജാനകിയെ അത്രയേറെ ഇഷ്ടപ്പെട്ടതാണല്ലോ. ആ ജാനകി ഇപ്പോൾ തന്നെ തള്ളിപ്പറയുന്നു. ജാനകി മുഖത്ത് പോലും നോക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മേഘ അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ്. മേഘ വാസു കരയുന്നത് കണ്ടിട്ട് എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. മേഘ അടുത്ത് വന്ന് വിളിക്കുകയാണ്, അമ്മവാ. അപ്പോൾ അമ്മാവൻ, മേഘ, ജാനകി അവളുടെ മുഖത്ത് പോലും നോക്കരുത് എന്ന് പറഞ്ഞ് എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നവൾ പറഞ്ഞു. അമ്മാവൻ വിഷമിക്കൊന്നും വേണ്ട. അമ്മായി 2 ദിവസം ഇങ്ങനെ ദേഷ്യമൊക്കെ കാണിക്കും. ഞാൻ എങ്ങനെയെങ്കിലും അമ്മായിയെ സമാധാനിപ്പിച്ച് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാം. അമ്മാവനിപ്പോൾ വിഷമിക്കാതെ പോയിക്കോളൂ. വാസു പിന്നെയും കരയാണ്. അപ്പോൾ മേഘ പറയാണ്, പോയിക്കോളൂ അമ്മാവ, ഞാനില്ലേ, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ജാനകി അമ്മായിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. മേഘ അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോയി. വാസു ആണെങ്കിലോ പിന്നെയും സങ്കടപ്പെട്ട് കരയാണ്. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ്. സിദ്ധു ഒരിടത്ത് പോയിരുന്നിട്ട് വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായിട്ട് വിഷമിക്കുകയാണ്. സിദ്ധു അതേസമയം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. അതായത് മാലതി മുത്തശ്ശി പറഞ്ഞ കാര്യം. സിദ്ധു, മേഘ വന്നില്ലായിരുന്നെങ്കിൽ നിൻ്റെ അമ്മ എന്നേ മരിച്ചു പോയേനെ. ജാനകിയും അതേസമയം കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചെറിയമ്മ പറയാണ് വീണ്ടും, ജാനകി ഉറക്ക ഗുളിക കംപ്ലീറ്റ് എടുത്ത് കഴിച്ച് മരിക്കാൻ വേണ്ടി ശ്രമിച്ചതാ. പിന്നെ ജാനകി പറയുന്നത്, എനിക്ക് വല്ലാത്ത അപമാനം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കണ്ട എന്ന് കരുതിയത്. പിന്നെ സിദ്ധു വാസുവിനോട് ദേഷ്യത്തോടെ ചൂടായി സംസാരിക്കുന്നത്, 2 മക്കളുള്ള നിങ്ങൾക്കൊക്കെ ഇത് വേണമായിരുന്നോ എന്ന് പറഞ്ഞ് വാസുവിൻ്റെ മുഖത്ത് മാറി മാറി അടിക്കുകയാണ്. അച്ഛനെന്ന സ്ഥാനത്തിന് അർഹതയില്ലാത്തവനാണ് നിങ്ങൾ, ഫു എന്ന് പറഞ്ഞ് തുപ്പാണ്. നിങ്ങളെ എൻ്റെ കൈ കൊണ്ട് തന്നെ തീരും എന്ന് പറഞ്ഞ് സിദ്ധു വീണ്ടും ദേഷ്യം തീരെയോളം അടിക്കുകയാണ്. എല്ലാം ഓർത്ത് സമാധാനമില്ലാതെ ഒരിടത്തിരിക്കുകയാണ്. അതേസമയം ഇവിടെ ചന്ദ്രിക സിദ്ധുവിനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. സിദ്ധു സാറിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ഫോണെടുത്ത് സിദ്ധുവിനെ വിളിക്കുകയാണ്. അപ്പോൾ ഫോണിൽ പറയാണ്, താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല എന്ന്. എന്താ സിദ്ധു സാർ കോൾ എടുക്കാത്തത്, കട്ട് ചെയ്യാണല്ലോ. വീണ്ടും ചന്ദ്രിക വിളിക്കുന്നതിന് അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചന്ദ്രിക താമസിക്കാതെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. അപ്പോൾ പ്രിയ മുറ്റത്തുനിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പ്രിയയോട് ചോദിക്കുകയാണ്, പ്രിയ എന്താ ആൻറ്റി, മോളെ സിദ്ധു സാറ് വീട്ടിലുണ്ടോ? ഇല്ല ആൻറ്റി, സിദ്ധു അങ്കിള് ഇതുവരെ വീട്ടിലേക്ക് വന്നില്ല. ശരി, മോള് കളിച്ചോ. ശരി ആൻറ്റി. സിദ്ധു സാർ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലല്ലോ, എവിടെ പോയിട്ടുണ്ടാവും? എന്താ ഫോൺ ചെയ്താലും എടുക്കാത്തത്? ഒരുപക്ഷെ രാജീവൻ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവുമോ? പിന്നെ പെട്ടെന്ന് തന്നെ ചന്ദ്രിക രാജീവനെ വിളിക്കുകയാണ്. രാജീവൻ പറയാണ്, പറയൂ ചന്ദ്രികെ. രാജീവൻ, സിദ്ധു സാർ അവിടെയുണ്ടോ? അല്ല ചന്ദ്രികെ, ഞാൻ മറ്റൊരു സ്ഥലത്താണുള്ളത്. അവൻ ഇന്ന് എന്നെ വിളിച്ചതേ ഇല്ലല്ലോ. ശരി, സിദ്ധു സാറിൻ്റെ കാറ് കാണുന്നില്ലല്ലോ. ചിലപ്പോൾ സാറ് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവുമോ? ചന്ദ്രിക വെറുതെ അതുവഴി പോവുകയാണ്. അപ്പോഴാണ് സിദ്ധു ഒരിടത്ത് ഇരുന്നിട്ട് കാണുന്നത്. വിഷമത്തോടെ ദുഃഖിച്ചിട്ട് ഇരിക്കുകയാണ് സിദ്ധു. ചന്ദ്രിക അരികിൽ പോയി നിന്നിട്ട് പറയാണ്, സാർ. അപ്പോൾ സിദ്ധു ഒന്ന് നോക്കി. അതിനുശേഷം ചന്ദ്രിക പറയാണ്, സാർ എന്താ സാർ ഇത്, ഫോൺ വിളിച്ചാലൊന്നും എടുക്കുന്നേ ഇല്ലല്ലോ. സാർ വീട്ടിലേക്ക് വരാതെ ഇവിടെ തന്നെ ഇരിക്കണോ? സാറിന് എന്താ പറ്റിയത്? എന്താ സാർ എന്നോട് സംസാരിക്കാത്തേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തായിരുന്നോ? അപ്പോൾ സിദ്ധു ഒന്ന് ചന്ദ്രികയെ നോക്കുകയാണ്. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കരുത്. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ നീ തലയിടണ്ട, അത് ഞാൻ നോക്കിക്കോളാം എന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ജ്യോതിയും അച്ഛനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞത്? നീ ചെയ്ത തെറ്റ് കാരണം എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു, അറിയോ? ചന്ദ്രിക വിഷമത്തിലായി. അല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അയ്യോ എന്ന് പറയാണ് ചന്ദ്രിക. അപ്പോൾ സിദ്ധു, അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിനക്കത് തിരിച്ചു തരാൻ പറ്റുമായിരുന്നോ? എപ്പോഴും ഞാൻ നിന്നെ അഭിമാനത്തോടെയാണ് കണ്ടത്. പക്ഷേ നീയോ ഒരു ശരാശരി പെണ്ണാണെന്ന് തെളിയിച്ചല്ലോ. എൻ്റെ അച്ഛനോടുള്ള ദേഷ്യത്തിന് അച്ഛനോട് പകരം ചോദിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ കാരണം ഉണ്ടാവും സാർ. സാറിൻ്റെ അച്ഛനോട് പകരം വീട്ടാനല്ല ഞാൻ അങ്ങനെ ചെയ്തത്. ഇത്രയൊക്കെ ആയിട്ടും സാറിൻ്റെ അച്ഛൻ ആ ജ്യോതിയോടുള്ള ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ജാനകി അമ്മായിയെ ചതിക്കുകയാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല സാർ. അദ്ദേഹത്തെ ദൈവമായി കാണുന്ന ജാനകി അമ്മായി ഈ കാര്യം അറിയണം.
എന്നാലേ അദ്ദേഹം ജ്യോതിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ജാനകി അമ്മായിയോട് സത്യം പറഞ്ഞത്. അല്ലാതെ എനിക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു സാർ. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരുപക്ഷെ എൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് മരിച്ചു പോയിരുന്നെങ്കിൽ നിന്റെ ഈ മാപ്പ് എൻ്റെ അമ്മയെ തിരിച്ചു തരുമായിരുന്നോ ചന്ദ്രികെ? അതിന് ചന്ദ്രികയുടെ കയ്യിൽ വാക്കുകളില്ലായിരുന്നു. സിദ്ധു വീണ്ടും ചോദിക്കാണ്, പറ്റത്തില്ല അല്ലേ? അത്രയും പറഞ്ഞ് സിദ്ധു വീണ്ടും അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. ചന്ദ്രിക വിളിക്കുന്നുണ്ട് പിന്നിൽ നിന്നും, സാർ. പക്ഷേ സിദ്ധു അത് കാര്യമാക്കാതെ മുന്നോട്ട് പോയി. വീട്ടിൽ മഹേന്ദ്രൻ സാറ് മലറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മ എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരാമോ? അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ മുത്തശ്ശി വരികയാണ്. ഏട്ടാ, ഈ പാലെടുത്തോളൂ. ചൂടില്ല ഏട്ടാ, ഞാൻ ആറ്റിയിട്ടുണ്ട്, എടുത്തോളൂ. മലർ, ഇതാ മോളെ. അപ്പോൾ മുത്തശ്ശനും പറയാണ്, മലർ എടുക്കും മോളെ. അപ്പോൾ മഹേന്ദ്രൻ സാറ് ചോദിക്കുകയാണ്, ചന്ദ്രിക എവിടെ? ഞാനും അവളെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയി എന്നറിയില്ല. ഓ, നീ ഒന്ന് ഫോൺ വിളിച്ച് നോക്കാത്തത് എന്താ? അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഏട്ടാ. 7:30 മണിയായില്ലേ? ഇതിനു മുമ്പേ വീട്ടിൽ എത്തേണ്ടതാണല്ലോ. അപ്പോഴാണ് മലറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മലർ പറയാണ്, ദേ അമ്മ വരുന്നു. ചന്ദ്രിക അടുത്തെത്തിയപ്പോൾ മഹേന്ദ്ര സാറ് ചോദിക്കുകയാണ്, ചന്ദ്രികയെ ഈ സമയത്ത് എവിടെ പോയിരുന്നു മോളെ? അമ്പലത്തിൽ പോയിട്ട് വന്നതാ അച്ഛാ. എന്താ നീ വല്ലാതിരിക്കുന്നേ? ഒരു പ്രശ്നമുണ്ട് അച്ഛാ. എന്ത് പ്രശ്നം മോളെ? ചന്ദ്രിക എന്ത് പറയണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാറ് വീണ്ടും പറയും മോളെ. ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ കാര്യം എന്ന് പറയൂ. പിന്നെ ചന്ദ്രിക പറയാണ്, അതായത് ജ്യോതിയും വാസുവും തമ്മിലുള്ള സുമംഗലി പൂജ നടന്നതും അവിടെ. ഇത് സുമംഗലി പൂജയ്ക്കായി ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച ആ സമ്മാനമാണ് എന്ന് പറഞ്ഞ് വാസു ജ്യോതിയുടെ കഴുത്തിലൊരു താലി കെട്ടി കൊടുക്കുകയാണ്. അത് കേട്ട് ലക്ഷ്മിയും മഹേന്ദ്ര സാറും ഒരുപോലെ ഞെട്ടുകയാണ്. പിന്നെ സിദ്ധു പറഞ്ഞ കാര്യങ്ങൾ, എന്തിനാ എൻ്റെ അമ്മയുടെ അടുത്ത് എന്ന് ജ്യോതിയും അച്ഛനും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത്. നീ ചെയ്ത തെറ്റ് കാരണം എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു, അറിയോ? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നു? അതും കൂടി കേട്ടപ്പോൾ ലക്ഷ്മിക്ക് തീരെ സഹിക്കാനായില്ല. അയ്യോ എന്ന് പറയാണ്. അതേപോലെ തന്നെ മഹേന്ദ്ര സാറും പെട്ടെന്ന് ഞെട്ടാണ്. എന്താ മോളെ നീ പറയുന്നേ? ജാനകി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നോ? അതേ അച്ഛാ. അപ്പോൾ വാസു, എൻ്റെ അനിയത്തിയെ ചതിക്കാൻ ആ കള്ള റാസ്കളിന് എങ്ങനെയാണ് മനസ്സ് വന്നത്? അവൻ വെറും ഒരു അക്കൗണ്ടൻ്റായി ജോലി ചെയ്തവനാ. എൻ്റെ അനിയത്തിയെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ കള്ള റാസ്കളിനെ എൻ്റെ അനിയത്തിയെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിച്ചത്. നമ്മുടെ കമ്പനിയുടെ ഫൈനാൻസ് ഹെഡും ആക്കി. അവനെ സമൂഹത്തിൽ ബഹുമാനിക്കുന്ന ആളാക്കി മാറ്റി. എന്നാൽ ഇന്ന് എൻ്റെ അനിയത്തിയെ തന്നെ വഞ്ചിച്ചു. അവനെ വെറുതെ വിടാൻ പാടില്ല. ജാനകി അവനെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവളെ അവന് വിവാഹം കഴിച്ച് കൊടുത്തത്. എന്നിട്ട് അവനിങ്ങനെ ഒരു തരം താഴ്ന്ന പ്രവൃത്തി ചെയ്തല്ലോ. അവനോടിനി ക്ഷമിക്കാനേ പാടില്ല. അവനിപ്പോൾ എവിടെയുണ്ട്? അപ്പോൾ ചന്ദ്രിക, ജാനകി അമ്മായി അവനോട് അയാളോട് മുഖത്ത് പോലും നോക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ വീട്ടിലേ ഇല്ല അച്ഛാ. വീട്ടിലില്ലെങ്കിൽ വരുമല്ലോ, വരട്ടെ, അന്നേരം ഞാൻ അവനെ ശരിയാക്കുന്നുണ്ട്. അമ്മേ, ജാനകി അമ്മായി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് സിദ്ധു സാറിന് എന്നോട് ദേഷ്യമാണ്. ഇക്കാര്യം എന്തിനാണ് അമ്മയോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടുകയാണ്. ജാനകി അമ്മായി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിന് ഞാനും ഒരു കാരണമാണെന്ന് പറഞ്ഞു. സിദ്ധു സാർ ഒരിക്കലും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടേയില്ല. എനിക്കിപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നുന്നു അമ്മേ. അപ്പോൾ ലക്ഷ്മി, ചന്ദ്രികയെ എന്തിനാ ഇങ്ങനെ കുട്ടികളെ പോലെ കരയുന്നേ? വാസു വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ ഈ കാര്യം നീ ജാനകിയോട് പറഞ്ഞത്? ഇതിൽ വിഷമിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ മോളെ. നീ നല്ല കാര്യമല്ലേ ചെയ്തത്? എന്തായാലും നീ ഒരു കാര്യം ചെയ്യുമ്പോൾ സിദ്ധുവിനോടും കൂടി ഒന്ന് ചോദിക്കണമായിരുന്നു. ശരി, സാരമില്ല, എന്താണോ നടക്കേണ്ടത് അതേ നടക്കൂ. ഇനിയെങ്കിലും ആ വാസുദേവൻ ജ്യോതിയോട് ജാനകിയോട് ആത്മാർത്ഥത കാണിച്ച് കൂടെ നിന്നാൽ മതിയായിരുന്നു. ലക്ഷ്മി, ആ പന്ന റാസ്കൾ എൻ്റെ അനിയത്തിയോടൊപ്പം കഴിയാനേ പാടില്ല. എൻ്റെ അനിയത്തി എടുത്ത തീരുമാനം ശരിയാണ്. ആ തെമ്മാടി ഇനി വീട്ടിലേക്ക് വരാനേ പാടില്ല. ചന്ദ്രികെ, നീ മലറിനെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുക. ബാക്കിയെല്ലാം പിന്നീട് സംസാരിക്കാം, ലക്ഷ്മി പറയാം. മലർ, വാ മോളെ. വാസു വീട്ടിൽ നിന്നും പുറത്തെ ചെടികൾക്കൊക്കെ വെള്ളടിക്കുകയാണ്. അപ്പോഴാണ് മഹേന്ദ്രൻ സാറ് വണ്ടിയിൽ അതുവഴി വരുന്നത്. വാസുവിനെ കണ്ടതും മഹേന്ദ്രൻ സാറ് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. റാസ്കൾ എൻ്റെ അനിയത്തിയെ ചതിച്ചിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ? മഹേന്ദ്രൻ സാറ് അതേസമയം ചിന്തിക്കുകയാണ്, എന്തിനാ എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന്
ജ്യോതിയും എൻ്റെ അച്ഛനും തമ്മിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞത് എന്ന് ചന്ദ്രിക പറഞ്ഞ കാര്യമാണ് മഹേന്ദ്ര സാർ ആ സമയത്ത് ഓർക്കുന്നത്. നീ ചെയ്ത തെറ്റ് കാരണം എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു, അറിയോ? ആ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മഹേന്ദ്ര സാറിന്. വീണ്ടും വാസുവിനെ നോക്കാണ്. ഓടിപ്പോയി വാസുവിനെ പിടിച്ച് മാറ്റിയിട്ട് പറയാണ്, എടോ അളിയ, നല്ലവനായി അഭിനയിച്ച് എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ചു. ഇങ്ങനെയാടാ എൻ്റെ അനിയത്തിയെ ദ്രോഹിക്കാൻ നിനക്ക് തോന്നിയത്? നിനക്ക് വേണ്ടി സ്വന്തം ചേട്ടനെയും അച്ഛനെയും പോലും ഉപേക്ഷിച്ചവളാ അവൾ. എന്നിട്ട് അവളോട് ദ്രോഹം ചെയ്യുന്നു. എടോ എന്ന് പറഞ്ഞ് കൊളറിൽ പിടിക്കുകയാണ്. നിന്നെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുഖത്ത് മാറി മാറി അടിക്കുക. നിന്നെ കൊന്നുകളയും ഞാൻ. എങ്ങനെയാടാ നിനക്ക് എൻ്റെ അനിയത്തിയെ ചതിക്കാൻ തോന്നിയത്? അളിയ അളിയ എന്നെ വിട അളിയ, എന്നെ വിട് അളിയ. അപ്പോഴേക്കും ലക്ഷ്മിയും ഓടി വരികയാണ്. ഏട്ടാ ഏട്ടാ വിട് വിട് ഏട്ടാ, ഏട്ടാ വിട്, ഞാൻ പറയുന്നത് കേൾക്ക്. എന്തിനാ ഇയാളെ തല്ലുന്നേ? നല്ലവനാണെന്ന് കരുതിയാ എൻ്റെ കമ്പനിയിൽ ജോലി കൊടുത്തത്. നല്ല സ്വഭാവം ആണെന്ന് കരുതി എൻ്റെ അനിയത്തിയെ കൊണ്ട് ഇവനെ വിവാഹം കഴിപ്പിച്ചു. ഇപ്പോഴാണ് ഇവൻ്റെ തനി സ്വരൂപം മനസ്സിലായത്. ഇവനെയൊക്കെ എന്ന് പറഞ്ഞ് വീണ്ടും കൊളറിൽ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഏട്ടാ വിട് ഏട്ടാ, എന്തിനാ ഇവനെയൊക്കെ പറഞ്ഞത് കേൾക്കാതെ അടിക്കാൻ പോകുന്നേ? എൻ്റെ അനിയത്തി എന്ത് വേണമെങ്കിലും ക്ഷമിക്കും, പക്ഷേ നിന്നെപ്പോലെ ഒരു വിശ്വാസവഞ്ചന കാണിക്കുന്നവനോട് ക്ഷമിക്കില്ല. ലക്ഷ്മി വാസുവിനോട് പറയാണ്, നിങ്ങൾ പോവാൻ നോക്ക്. ഏട്ടാ എന്താ ഇത് പറയുന്നത് കേൾക്കാതെ ഇങ്ങനെ തല്ലാൻ പോകുന്നത്? ഒക്കെ തെറ്റായേട്ടാ. എന്ത്? അവൻ എൻ്റെ അനിയത്തിയോട് ദ്രോഹം ചെയ്തിട്ട് ഞാനത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കണമെന്നാണോ? എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം. വീട് ഏട്ടാ, നമുക്ക് പോകാം, വാ. ഏട്ടാ വാ, ഞാൻ പറയുന്നത് കേൾക്ക്. പിന്നെ റോസ്കൾ, വാ ഏട്ടാ പോകാം. ദൂരടുത്ത് കിടന്ന് പിച്ചും പേയും പറയാണ്, അയ്യോ അമ്മേ, എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പിച്ചുമ്പഴും പറയാണ്. അതേസമയം ലക്ഷ്മി നേരെ മഹേന്ദ്ര സാറിനെ കൂട്ടിക്കൊണ്ട് വന്നത് സിദ്ധുവിൻ്റെ അടുത്തേക്കാണ്. കണ്ട് മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, ആരാ വരാന്തയിൽ കിടക്കുന്നത്? അത് സിദ്ധു ആയിട്ടാ. മഹേന്ദ്ര സാർ പറയാണ്, അവനെന്തിനാ പുറത്ത് കിടക്കുന്നത്? സിദ്ധു ആണെങ്കിലോ, എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. അയ്യോ എന്താ ഇത്, എന്തൊരു ജീവിതാ. അപ്പോഴാണ് മഹേന്ദ്ര സാറും ലക്ഷ്മി അങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് മഹേന്ദ്ര സാർ വിളിക്കുകയാണ്, സിദ്ധു സിദ്ധു, അങ്കിളെ എന്ന് പറഞ്ഞ് വെച്ച് എഴുന്നേൽക്കാണ്. എന്തിനാ മോനെ ഇവിടെ വന്ന് കിടക്കുന്നത്? എണീക്ക്, എന്നിട്ട് അകത്ത് പോയി കിടക്ക്. എൻ്റെ മൈൻഡ് ഒട്ടും ശരിയല്ല അങ്കിളെ, എനിക്ക് അകത്ത് പോകാനേ ഇഷ്ടമല്ല. അപ്പോഴാണ് മഹേന്ദ്ര സാറിന് സ്മെല്ല് ചെയ്തത്. അപ്പോൾ മഹേന്ദ്ര സാറ് എന്ന് പറയാണ്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിനകത്ത് കയറാതെ ഇവിടെ തന്നെ കിടക്കുന്നത്. എന്തായി പറയുന്നേ? നീ കുടിച്ചിട്ടുണ്ടോ? അതെ അങ്കിളെ, എൻ്റെ അച്ഛൻ ചെയ്ത ദ്രോഹം എനിക്ക് മറക്കാനേ പറ്റുന്നില്ല. എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചത് എനിക്ക് സഹിക്കാനേ കഴിയുന്നില്ല. അങ്കിളെ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. മേഘ വരാൻ ഒരല്പം താമസിച്ചിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ചന്ദ്രികയോട് എത്ര തവണ പറഞ്ഞതാണെന്നറിയോ ഈ കാര്യം എൻ്റെ അമ്മയോട് പറയാതെ നോക്കണമെന്ന്? പക്ഷേ പറഞ്ഞു. അവളത് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അവൾ ജാനകിക്ക് നല്ലത് വരണം എന്ന് കരുതി ചെയ്തതായിരിക്കും മോനെ. പക്ഷേ ജാനകി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. അതുകൊണ്ട് നിനക്ക് ചന്ദ്രികയോട് ദേഷ്യമൊന്നും തോന്നരുത്. ഒരു നല്ല കാര്യമാണെങ്കിലും അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കും എന്നുള്ളതെങ്കിൽ അത് അയാളോട് പറയാനേ പാടില്ലെങ്കിലേ. അമ്മയ്ക്ക് നല്ലത് വരണം എന്ന് കരുതി ചന്ദ്രിക പറഞ്ഞ ആ സത്യം അമ്മയുടെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവല്ലോ അങ്കിളെ. എന്തിനാ മോനെ ഇങ്ങനെ വിഷമിച്ചു ഓരോന്നും പറയുന്നത്? നീ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു മോനെ. അങ്കിളെ, ചന്ദ്രികയെ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അമ്മയെ ഞാൻ പലതവണ വഴക്കും പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നറിയാലോ. നീ നിൻ്റെ അമ്മ പറയുന്നത് മുഖവരേക്ക് എടുക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം മോനെ. നീ ചന്ദ്രികയെ സ്നേഹിച്ചിട്ട് പോലും ജാനകിയുടെ സമ്മതത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക എന്താ അങ്കിളെ അത് മനസ്സിലാക്കാത്തത്? അമ്മയുടെ സമ്മതമില്ലാതെ ഒരു കാര്യവും ഞാൻ ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്കിളെ. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അമ്മയുടെ സമ്മതം ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന അമ്മയെ ഇങ്ങനൊരവസ്ഥയിൽ ചന്ദ്രിക കൊണ്ടെത്തിച്ചല്ലോ. തലക്കടിച്ചുകൊണ്ട് സിദ്ധു പറയാണ്, അങ്കിളെ ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത നാളത്തെ കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ വാസുവും ജ്യോതിയും മേഘയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ചന്ദ്രിക ഇരിപ്പുണ്ട്. ചന്ദ്രിക അവരെ കണ്ട് ഞെട്ടാണ്. ജ്യോതി പറയാണ്, മേഘ, നിൻ്റെയും സിദ്ധുവിൻ്റെയും കല്യാണം നടത്തി തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ചന്ദ്രിക അടുത്തെത്തിയത് അവർ കണ്ടില്ല. അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി തരേണ്ടതും നിൻ്റെ ഉത്തരവാദിത്തമാണ്.
100% ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരും. ഇനി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. എല്ലാവരും ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ മേഘ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചന്ദ്രിക പോയിട്ട് വിളിക്കുകയാണ്, മേഘ. ചന്ദ്രികയെ കണ്ടതും മേഘ ഞെട്ടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.